ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാര്യമായിട്ട് വലിയ കറികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. കാരണം 2-3 ദിവസമായിട്ട് ഇവിടെ നന്നായിട്ട് മീനും കാര്യങ്ങളും ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മുടെ മീൻകാരൻ നിറയെ മീനും കൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കൊഞ്ചും അതുപോലെ തന്നെ ചെറിയ കാരലും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരൽ കണ്ടിച്ച് കഴുകി തേച്ച് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കൊഞ്ചെടുത്ത് വൃത്തിയാക്കിയിട്ട് രാത്രിയിൽ ഒരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം കൊഞ്ച് തീയൽ കൊഞ്ച് റോസ്റ്റൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ കൊഞ്ചൊക്കെ എടുത്തിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കൊഞ്ച് റോസ്റ്റിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി അടുപ്പിലേക്ക് അങ്ങ് കയറ്റി അങ്ങനെ നല്ല അടിപൊളി ഒരു കൊഞ്ച് റോസ്റ്റ് അങ്ങ് റെഡിയാക്കി എടുത്തു. ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് കഴിക്കാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാനെങ്കിലും പിന്നെ പെട്ടെന്ന് വിചാരിച്ചു പുട്ടും കൊഞ്ച് റോസ്റ്റും കഴിക്കാമെന്ന്. അങ്ങനെ കൊഞ്ച് റോസ്റ്റൊക്കെ റെഡിയായതിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ട് വന്ന് നേരെ പുട്ടിനുള്ള മാവ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് റെഡിയാക്കി. ഞാൻ എളുപ്പത്തിൽ ഓരോരോ പുട്ടുണ്ടാക്കാണ്ട് ഒരുമിച്ച് ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ഷേപ്പിൽ ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്. അങ്ങനെ പുട്ടും നല്ല പപ്പടവും കൊഞ്ച് റോസ്റ്റും ഒക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.